So we have concluded the transcript എന്താണെന്നും അതിൻ്റെ തിയറി എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നും മൂന്നാല് എക്സാമ്പിളൊക്കെ എടുത്തിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് നമുക്ക് അവിടെ നിർത്താം. അതിൻ്റെ കൂടെ വരുന്ന ഒരു വാക്കാണ് ഈ സിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സിസ് ഇഫക്റ്റ് അത് പല സ്ഥലത്തും പല വിധത്തിൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, പല അർത്ഥത്തിലും അതിനെ കാണുന്നുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ is connected anyway, it is connected with the substitution reactions in coordination compounds, and as the trans effect is connected with the square planar complexes or four coordinate complexes, this effect is connected with the octahedral complexes. ട്രാൻസ് ഇഫക്റ്റ് കൂടുതലും പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത് നമ്മൾ എവിടെയാണ്? സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിലാണെങ്കിൽ ഈ പറഞ്ഞ സിസ് ഇഫക്റ്റ്. ഈ സിസ് ഇഫക്റ്റ് പല സ്ഥലത്തും കാണുന്നുണ്ട്, പല വിധത്തിൽ റെസ്പോണ്ട് ചെയ്യാൻ കാണുന്നുണ്ട്. ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. അത് ചില കോണ്ടാക്സ്റ്റിലായിട്ട് അർത്ഥങ്ങൾ ചെറിയൊരു മാറ്റങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി അധികം ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ യു കൻ സീ ദാറ്റ് ഇഫ് യു ഹാവ് എ കോംപ്ലക്സ്, ഫോർ എക്സാമ്പിൾ or xy, whatever it may be ആയിക്കോട്ടെ, അല്ലെങ്കിൽ L dash ആയിക്കോട്ടെ. So this is a complex. You can see cobalt at the center, and you can see that COEN2, En means ethylene diamine, and it can be cis or trans, isn't it? So you can see this is a CO. നമ്മൾ നേരത്തെ ഐസോമർസ് ഒക്കെ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. ഇതാ ഒരു ethylene diamine, വേറെ ethylene diamine, എയും അല്ലെങ്കിൽ എല്ലും എൽ ഡാഷും ഇങ്ങനെ വരാം. അല്ലെങ്കിലോ സിഒ എല്ലും എൽ ഡാഷും ഇങ്ങനെ വന്നിട്ട് ഒരു എത്രയും ടൈമിൽ മറ്റേ എത്രയും ടൈമിൽ ഇങ്ങനെ വരാം. നമ്മൾ നേരത്തെ ഐസോമേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് ദ സിസ് ഐസോമർ ആൻഡ് ദിസ് വൺ ഈസ് ദി ട്രാൻസ് ഐസോമർ. And it is seen that if we are trying to substitute, say, L dash, L or L dash, with another ligand, the substitution of a L dash with another ligand, we can see that the two isomers behave similar, not differently, differently. That is, if the ligand L എന്ന് പറഞ്ഞ ലിഗാൻഡ്, അതായത് is the inert ligand, this substituted ligand, this also an inert ligand. ഈ എൽ ഡാഷ് ആണ് പോകുന്നത്. ഈ എൽ ഡാഷ് പോകുമ്പോൾ എൽ ഡാഷിന് ട്രാൻസ് ആയിട്ട് എല്ല് വരുന്നൊരു ഇത് ഐസോമർ ഉണ്ടാവാം, എൽ ഡാഷിന് സിസ് ആയിട്ട് എല്ല് വരുന്ന ഒരു ഐസോമർ ഉണ്ടാവാം. And if this L happens to be a ligand which has an extra lone pair, ഒരുപാട് കേസ് ഉണ്ട്. ഇപ്പോൾ ഹാലൈഡ് ആണ് എടുത്തത്. ഹാലൈഡിന് ഇഷ്ടംപോലെ ലോൺ പെയർ ഉണ്ട്, എല്ലാം ലോൺ പേഴ്സ്. അപ്പോൾ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മള് ലിഗാൻഡിന്റെ റോഡിൽ എന്താണ് റോഡിന്റെ പെയർ ഓഫ് ഇലക്ട്രോൺസ് ടു ദി മെറ്റൽ, അതിന് പുറമെ കൂടുതൽ ക്ലോറൈഡ് ഉണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ അമോണിയാകലോ, അമോണിയ is a ligand which does not have an extra lone pair because it has only one lone pair and that is already donated to the metal. That means in a complex ammonia is not having an extra lone pair. At the same time chloride, hydroxide, isn't it, amide, etc. has extra lone pairs. ഇങ്ങനെ എക്സ്ട്രാ ലോൺ പെയർ ഉള്ള ലിഗാൻഡ് L ആയിരിക്കുമ്പോൾ it is seen that if L comes cis to L dash, the reaction is faster than a case where L is trans to L dash. അപ്പോൾ സിസ് ഇഫക്റ്റിന്റെ ഒരു വ്യൂ അതാണ്. ഞാൻ പറഞ്ഞാലും പല ബുക്കിലും പല കോണ്ടാക്ട്സിലും പല വിധത്തിൽ റെസ്പോണ്ട് ചെയ്ത് കാണുന്നുണ്ട്. ഒരു കൃത്യമായ വ്യൂ ഇതാണ്. ദാറ്റ് ഈസ് if there are two ligands L and L dash in a particular complex, and if L comes cis to L dash, L dash is the ligand which is substituted, L is the ligand which remains with the metal, but L has a peculiarity that it has an extra lone pair ഉള്ള ഒരു ligand. cis ആയിട്ട് വരുമ്പോൾ such complexes are found to undergo the substitution of L dash more easily or at a faster rate than a case where this L and L dash are trans to each other. നമുക്ക് L L dash കൊണ്ട് സാധാരണ ഒരു എക്സാമ്പിൾ എടുക്കുക. CO EN
OHCl. Yield to OHCl. And suppose this chloride is substituted. Chloride ligand are substituted. You can see that CO നമ്മുടെ കോംപ്ലക്സ് അതിന് മറ്റേ ഐസോമർ ഈ ചിത്രത്തിൽ വേണ്ട അല്ല മറ്റേ ഐസോമർ എങ്ങനെ ഉണ്ടാവും CO ഒന്നിൽ എല്ലും എൽ ഡാഷും സിസ് ടു ഈച്ച് അതർ ആണ് മറ്റേത് എല്ലും എൽ ഡാഷും ട്രാൻസ് ടു ഈച്ച് അതർ ആണ് and you can say this is the ethylene and the other ethylene is here one ethylene is like this, other ethylene is like this. Okay, and CH2 NH2 എന്ന് പറയുന്നത് നൈട്രജൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതില് നമ്മൾ എന്താ പറഞ്ഞത് ഈ കോംപ്ലക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് that is L dash is being substituted. You can see that L dash is substituted at a faster rate than this L dash where the L is trans to this one. And the peculiarity of this L is that L has an extra lone pair whereas this L നൈട്രജൻ എത്തിയുടെ നൈട്രജൻ ആണ് അമോണിയ പോലെ തന്നെയാണ് അതിന് ലോൺ പെയർ ഒന്നുമില്ല. എക്സ്ട്രാ ലോൺ പെയറിന് എക്സ്ട്രാ ലോൺ പെയർ ഉള്ള ലോൺ പെയർ ആർക്ക് കൊടുത്തു കോബാൾട്ടിന് കൊടുത്തു കഴിഞ്ഞു വേറെ ലോൺ പെയർ അതിലില്ല. ഈ കണ്ടീഷനിൽ രണ്ടും നോക്കുമ്പോഴേ ഇത് ഫാസ്റ്റർ റിയാക്ടൻസ് റിയാക്റ്റീവ് ആൻഡ് ദിസ് ഇഫക്റ്റ് is sometimes referred to as the Cis effect. അങ്ങനെ പറഞ്ഞു പോയാൽ പറയാൻ കൃത്യമായൊരു കാരണവും പറയണം. കാരണം വളരെ സിമ്പിൾ ആണ്. You can see that such complexes, subatomic complexes usually undergo substitution reactions with the dissociative or SN1 mechanism. And the intermediate formed is a 5-coordinate complex. L dash is substituted for L dash is removed. So now I have drawn the structure of intermediate 5-coordinate complex. We can see that there is some difference. That is here the once L dash is removed, there remains yes an orbital electron illa with a vacant orbital with no electron. കാരണം L dash എന്ന് പറഞ്ഞ ലിഗൻഡ് ഡോണർ ആയിരുന്നു. ആ ഡോണർ ഇലക്ട്രോൺ എടുത്തോണ്ട് പോയി. മനസ്സിലായി? ക്ലോറൈഡ് ആയാലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ഹൈഡ്രോക്സൈഡും ക്ലോറൈഡും ആണ്. ക്ലോറൈഡ് പോകുന്നില്ല. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഓക്കെ, മനസ്സിലാകുന്നത് L is hydroxide and L dash is chloride. The chloride is removed. Now we have a yes. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു vacant orbital ഉണ്ട്. And we can see that here say നമ്മൾ നേരത്തെ പല പ്രാവശ്യം കണ്ടതാണ് any factor which stabilizes the intermediate 5-coordinate complex will make the reaction faster or easier. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? ഇവിടെ നമുക്ക് ഈ O എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇതിന്റെ യെസ് ഒരു ലോൺ ഇത് OH ആണ് ലോൺ പെയർ. ശരി, OH has an extra lone pair in a particular p orbital or in a sp3 orbital, whatever it may be, no problem. I can see that it is like this, and here is a vacant orbital, and these two, and you can see that these two orbitals are suitably oriented so that they can have a lateral overlap or a pi bond. And such a pi bond formation is not possible here because as the orbital is like this. And the vacant orbital is here, and these are far away, and we cannot expect a pi bond to be formed between two as orbitals which are far apart from each other. So തിരുക്കി പറഞ്ഞാൽ സിസ് ഐസോമർ ആണെങ്കിൽ ആ ലീവിംഗ് ഗ്രൂപ്പ് പോയി കഴിഞ്ഞ് വരുന്ന വേക്കൻസീനെ ഒരു പരിധിവരെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ pi bond കൊണ്ട് കഴിയും. And that is a stabilizing factor for the intermediate 5-coordinate complex, and such a stabilization through pi bond formation is possible only if this ligand comes cis to the leaving group. So if that ligand which has an extra lone pair comes cis to the leaving group, such an isomer will react faster than the other one where the such a ligand with a extra lone pair comes trans to the leaving group. So the trans isomer will react slower and the cis isomer will react faster. ഇത് രണ്ട് ക്ലോറൈഡ് ആയാലും കുഴപ്പമില്ല. COEN2 Cl ഞാൻ വായിച്ചതൊക്കെ വകയ്ക്ക് വരത്തെങ്കിൽ COEN2 Cl2
can be cis or trans. We can see that the trans isomer reacts slowly compared to the cis isomer. Cis isomer reacts at a faster rate. We can see the extra lone pair on chloride can somehow make up the as loss of the electron for cobalt. Cobaltinte vacant orbital pi bond form ചെയ്ത് intermediate 5 coordinate complexനെ അത് stabilize ചെയ്യുന്നു. കോബാൾട്ടിന് 6 ഇലക്ട്രോൺ പേർ ആവശ്യമുണ്ട്. ലിഗൻഡ് 5 ഇലക്ട്രോൺ പേരേ ഉള്ളൂ അല്ലേ? 1 2 3 4 5 6 ആറാമത്തെ പേര് എവിടെ നിന്ന് കിട്ടും? ഇതിൽ തന്നെ കിട്ടും. ബിക്കോസ് ഇറ്റ് ഹാസ് എ എക്സ്ട്രാ ലോൺ. പക്ഷെ എന്ത് വേണം? അതിന് പറ്റിയ ഓറിയന്റേഷൻ ആയിരുന്നു. നമുക്കറിയാം 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ സിഗ്മ ബോണ്ട് ഓൾറെഡി ഉണ്ട് കൊബാൾട്ടും വാട്ടർ ഓക്സിജനും തമ്മിൽ. അടുത്തത് പൈബോണ്ട് ആ പൈബോണ്ട് പറ്റിയ ഓറിയന്റേഷൻ ആകുമ്പോൾ മാത്രമേ പൈബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ പൈബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യും. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. So dissociation of the cis coordinate complex into the 5 coordinate complex is as made easy by this type of pi bond that makes the reaction faster. That is a as referred to as the cis effect. ഒരു സ്ഥലത്ത് കാണുന്നത് വേറെ സ്ഥലത്ത് വ്യത്യാസം കാണുന്നത് കുഴപ്പമില്ല. എന്താണ് ഇത് ഒന്ന് കൃത്യമായി മനസ്സിലാക്കി എന്താണ് സിസ് ഇഫക്റ്റ് എന്ന്. അപ്പോഴേ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ നൈട്രജൻ തന്നെ വരച്ചിരിക്കുന്ന പ്രത്യേക ഉദ്ദേശത്തിലാണ്. ഇവിടെ ഒരു പൈബോണ്ട് ഫോർമേഷൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്തുള്ളത്. ഇവിടെ പൈബോണ്ട് ഫോർമേഷന്റെ പോസിബിലിറ്റി ഇല്ല, ഇവിടെ ഉണ്ട് എന്നുള്ളത്. ബിക്കോസ് ദിസ് ഈസ് ഹൈഡ്രോക്സൈഡ് വിച്ച് ഹാസ് എക്സ്ട്രാ ലോൺ പെയർ. ദിസ് ഈസ് ആൻ അമോണിയ അമീൻ ലിഗാൻഡ് വിച്ച് ഡസ് നോട്ട് ഹാവ് ആൻ എക്സ്ട്രാ ലോൺ പെയർ. സാധാരണ ലിഗൻസ് ഒക്കെ കൂടുതൽ അമീൻ ലിഗൻസ് അമോണിയ ആയിരിക്കും നമുക്കറിയാം. അതിനൊന്നും എക്സ്ട്രാ ലോൺ പെയർ നേരത്തെ ക്ലോറൈഡോ ക്രോമൈഡോ അല്ലെങ്കിൽ എന്താ ഹൈഡ്രോക്സൈഡോ തയോസൈനേറ്റോ ഒക്കെ ആണെങ്കിൽ യെസ് വെൻ ഇറ്റ് കംസ് ടു ദ ലീവിംഗ് ഗ്രൂപ്പ് ആരെങ്കിലും ആയിക്കോട്ടെ, ലീവിംഗ് ഗ്രൂപ്പ് ക്ലോറൈഡോ ഹൈഡ്രോക്സൈഡോ വാട്ടറോ അല്ലെങ്കിൽ പറഞ്ഞ അമോണിയോ എന്തെങ്കിലും ആവട്ടെ, ആ ലീവിംഗ് ഗ്രൂപ്പ് പോകുമ്പോൾ അവിടെ വരുന്ന വേക്കൻസി മേക്കപ്പ് ചെയ്യാൻ ഈ എന്താണ് തൊട്ടടുത്ത് കിടക്കുന്ന സിസ് ആയിട്ട് കിടക്കുന്ന ലിഗാൻഡ്. ആ ലിഗാൻഡിന്റെ പ്രത്യേകത എന്താണ്? എക്സ്ട്രാ ലോൺ പെയർ pair of electrons, the p orbital, so that these two orbitals, this hybrid orbital of cobalt and the p orbital of the oxygen of this one can form a pi bond stabilizing the complex. Okay. വേറൊരു സ്ഥലത്ത് കാണുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു സിസ് ഇഫക്റ്റ് കാണുന്നത് ഇൻ ദി കേസ് ഓഫ് കാർബണൈസ് വിത്ത് ഫോർമുല MCO5L. You can see that MCO5L, if one of the carbon monoxide is substituted, not L, one of the carbon, you can see that MCO5L, MCO5L. എല്ലിൻ്റെ സ്ഥാനം എവിടെയാണ് കളിക്കുന്നത് നമ്മുടെ സൗകര്യത്തിന്? CO 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 L CO. You can see that in this there are 5 CO ligands. All the 5 are not identical. MCO6 ലെങ്കിൽ 6 ഒരുപോലെയാണ്. MCO5 എല്ലാമോ 4 എണ്ണം ഒരുപോലെയും ഒന്ന് വ്യത്യസ്തമാണ്. You can see that these 4 COs, that is 1 2 3 4, all these COs are cis2 ligand, and this CO, that is the last one or the trans one, is different. It is വ്യത്യസ്തമാണ്. This is a trans 2L, and it is in that the nature of L in some cases labilizes the CO trans 2 itself. Labilizes അല്ല stabilizes, and the ligand which is substituted is one of these four. ഇതാണ് ഒരുപോലെയാണ് യാതൊരു വ്യക്തി 4 ഒരെണ്ണമാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. that is the cis ligand trans 2L is substituted depending on the nature of L, especially when L is a poor sigma donor and a non-pi acceptor. L is a L is a poor sigma donor and it is a non-pi acceptor. It is seen that it strongly stabilizes
bond with CO with lies trans to itself. So that the ligand other than the trans ligand is substituted. മറ്റേതെന്താണ് നമ്മുടെ ട്രാൻസ് ഇഫക്റ്റിൽ ആ ലിഗാൻഡിന് ട്രാൻസ് ആയിട്ടുള്ള ലിഗാൻഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് പെടുന്നെങ്കിൽ ഇവിടെ ആ ലിഗാൻഡിന് ട്രാൻസ് ആയിട്ടുള്ള ലിഗാൻഡ് വളരെ സ്റ്റേബിൾ ആയിരിക്കും. കാർബൺ മോണോക്സൈഡ് ആണ് ലിഗാൻഡ്. And you can see that one of the other 4 COs are easily substituted compared to this one. ഇതിന് നമ്മൾ ചില സ്ഥലത്ത് ട്രാൻസ് ഇഫക്റ്റ് എന്ന് കാണുന്നത്. ഓരോ ബുക്കിൽ ഓരോ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ട്രാൻസ് ഇഫക്റ്റ് ഇവിടെ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ we can see that if L is a poor sigma donor and a non pi acceptor. Poor sigma donor means as the CO becomes strong. ഈ ബോണ്ട് പരമാവധി ഇത് എന്താണ്, ഇത് പൈ അക്സെപ്റ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് സ്ട്രോങ് ആയിട്ട് പരമാവധി നമുക്കറിയാം കാർബൺ മോണോക്സൈഡിന് പൈ ബോണ്ടിങ്ങിനെ കൂടി പരമാവധി ഇലക്ട്രോൺസ് ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് the MCO bond becomes stronger. മനസ്സിലായില്ലേ? MCO bond becomes stronger. That means these COs are not as strong as this MCO. That's why that one of these COs will be substituted. അതിന്റെ സീരീസ് ഒക്കെ ഉണ്ടായിരിക്കും, നമ്മൾ പോകുന്നില്ല. അങ്ങനെയും ഒരു സിസ് ഇഫക്റ്റ് വരും. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ സിസ് ഇഫക്റ്റ് ആണ് കൂടുതൽ ശരിയായിട്ട് എനിക്ക് തോന്നുന്നത്. സിസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കോംപ്ലക്സിൽ എം നമുക്ക് ശരിക്കും പറഞ്ഞ എങ്ങനെ എഴുതാം, ഈ പറഞ്ഞ എത്ര ടൈമിൽ പോകണമെന്നില്ല, M A4 L എന്ന ടൈപ്പിൽ ഏത് ലിഗാൻഡിലും ഏത് കോംപ്ലക്സിലും ഈസ് A has only one lone pair that is donated to the matter. It is a say amine ligand or phosphine ligand. Amine no phosphine lo oke ligand loke aage oru lone pair ullu. ആ ലോൺ പെയർ മെറ്റൽ കൊടുത്തു. ഈ എല്ലിനോ എൽ ഡാഷ് റിമൂവ് ചെയ്യപ്പെടുന്നതാണ്. ഈ എല്ലിന്റെ മുകളിൽ ഒന്നിൽ കൂടുതൽ ലോൺ പെയർ, ഒന്നിൽ കൂടുതൽ ഒരു എക്സ്ട്രാ ലോൺ പെയർ എങ്കിലും ഉണ്ടായിരിക്കും. എക്ക് ഒരു ലോൺ പെയർ ഉള്ളൂ, അത് മെറ്റലിൽ കൊടുത്തു കഴിഞ്ഞു. എല്ലിന് ഒന്നിൽ കൂടുതൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ ഒന്ന് മെറ്റലിൽ കൊടുത്താൽ ഒന്നെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ കേസിൽ ഇതിന്റെ രണ്ട് ഐസോമേഴ്സ് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം L and L' can be cis to each other or L and L' can be trans to each other. And if L is cis to L', such a complex is going to react faster than the other isomer, than the trans isomer where L and L' are trans to each other. Reason വളരെ clear ആണ്. In the case of the cis isomer, the intermediate 5-coordinate complex can be stabilized by pi bond formation, making use of the orbital which bears the lone pair. Making use of the orbital based lone pair, and of course it forms a pi bond with the vacant orbital. What is vacancy is created how? By the removal of L dash. അപ്പോൾ L dash movement on the vacancy create ചെയ്യുന്ന vacancy fill ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഇന്റർമീഡിയറ്റ് 5-coordinate കോംപ്ലക്സ് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ആ ഫാക്ടറാണ് ആ റിയാക്ഷനെ ഫാസ്റ്റ് ആക്കുന്നത്. ക്ലിയർ? ദാറ്റ് ഈസ് കോൾഡ് ദി സിസ് ഇഫക്റ്റ്. ഇവിടെയും സിസ് ഇഫക്റ്റ് തന്നെ പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാലും the certain ligands when come trans to as the CO, can see that the ligand CO is stabilized. That means one of the other 4 COs are substituted. ഇവിടെയും നമ്മൾ സിസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് കാണാം. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഏകദേശം സ്ഥിതി ഈ എല്ലിന്റെ ലോൺ പെയർ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് വേക്കൻസി ക്യാൻ ബി ക്രിയേറ്റ്. നമ്മൾ പറയുന്നത് MCO ബോണ്ട് സ്ട്രോങ് ഈ ബോണ്ട് സ്ട്രോങ് ആക്കിയതിനെ അപേക്ഷിച്ച് കാരണം ട്രാൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ട്രാൻസ് ആയിട്ട് വരുന്നത് നോൺ പൈ അക്സെപ്റ്റർ ആണ്. പൈ അക്സെപ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇത് രണ്ടും പൈ അക്സെപ്റ്റർ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വീക്കെൻഡ് ചെയ്യുന്നതാണ്. കാരണം ഒരു ലിമിറ്റ് വരെ ഇവിടെ എന്ത് പറ്റൂ, MCO ബോണ്ട് സ്ട്രോങ് ആകുന്നപ്പോഴാണ് ബാക്ക് ബോണ്ടിങ് സ്ട്രോങ് ആകുമ്പോഴാണ്. ഇവിടെ എല്ലിന് ഒരു നോൺ പൈ അക്സെപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഡയറക്ഷനിൽ ഇവിടെ എന്തില്ല, അങ്ങോട്ട് ഇലക്ട്രോൺ ഫ്ലോ ഇല്ല, ബാക്ക് ബോണ്ടിങ്ങില്ല. അപ്പോൾ ഈ മെറ്റലിന് ഇങ്ങോട്ട് ഈ കാർബൺ മോണോക്സൈഡിന് കിട്ടുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി ഷെയർ നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയർ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്, ആ മെറ്റൽ കാർബൺ മോണോക്സൈഡ് ബോണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കും കമ്പയർ ടു അതർ ഫോർ. സോ ദാറ്റ് ഇറ്റ് ഈസ് പ്രിഫറബിളി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദാൻ ദി അതർ ഫോർ. ഓക്കെ, അത് പെട്ടെന്ന് കുറഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെന്ന് അർത്ഥം. ബിക്കോസ് ഇറ്റ് ബ്രേക്സ് ഈസിലി. ഇതോ നോട്ട് ദിസ് വൺ. അപ്പോൾ ഈ ബോണ്ട് കുറച്ച് സ്ട്രോങ് ആയി പോയി, മറ്റേ നല്ല അപേക്ഷിച്ച് അത്രയേ ഉള്ളൂ. അതിനും നമ്മൾ സിസ് ഇഫക്റ്റ് എന്ന് പറയുന്നുണ്ട്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് സിസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. സിസ് ഇഫക്റ്റ് അവസാനത്തെ പക്ഷേ അതിൽ 2 വാക്കുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ചെറിയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, സിലബസ് നോക്കി നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം ക്ലാസ് കാണുന്ന ആൾക്കാരാണ് കുറവാണ്, ഞാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. നമ്മൾ അതിൽ പറഞ്ഞു വിട്ടിരിക്കുന്ന 2 കാര്യങ്ങൾ ആ സിലബസ് നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ അതിന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, പേര് കേട്ടവർ വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നുമില്ല. ഇങ്ങനൊരു വാക്കായിട്ടുണ്ട്,
Gauss eigen equation and eigen ഇത് രണ്ടിലും eigen ഉണ്ട്. Eigen Wilkins mechanism. നമ്മുടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിന് മുമ്പേ പഠിച്ചിരുന്ന ഇപ്പം പറഞ്ഞ ഒക്ടാഹെഡ്രൽ പറ്റിയാണ്. ഒക്ടാഹെഡ്രൽ ഈ സിസ് ഇഫക്റ്റ് അവസാനം പറഞ്ഞിരിക്കുന്നത് കണക്റ്റഡ് വിത്ത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഇവിടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അതിൽ SN1 SN2 മറിച്ചത് എല്ലാം പറഞ്ഞിട്ട് അവസാനമാണ് പിന്നെ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് പറയുന്നത്. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് അതിന്റെ ട്രാൻസ് ഇഫക്റ്റ് അതിന്റെ തിയറി അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിലാണ് പിന്നെ സിസ് ഇഫക്റ്റ് വരുന്നത്. ബട്ട് സിസ് ഇഫക്റ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഒക്ടാഹെഡ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അത് മനസ്സിലാക്കുക. അതോടെ നോട്ടെ. And now we can see that these two words are also connected with the substitution in octahedral complexes. ഒന്ന് പുറകോട്ട് ആലോചിച്ച് നോക്കിയാൽ we can see that we have already seen that in octahedral complexes the substitution takes place mainly by the dissociative mechanism. That is, the cis coordinate complex breaks down into 5 coordinate complex and the 5 coordinate complex adds one ligand forming the cis coordinate complex in a two-step mechanism, that is the SN1 or dissociative mechanism. തന്നിടത്ത് നമ്മൾ വേറെ മെക്കാനിസം അസോസിയേറ്റീവ് പറഞ്ഞിട്ടുണ്ട്. സിസ് 7 കോർഡിനേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് നമ്മൾ നമുക്കത് പറഞ്ഞിട്ടുണ്ട്. ചില കേസിൽ അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് യു കൻ സീ ദാറ്റ് ദിസ് ഡിസോസിയേറ്റീവ് മെക്കാനിസം may also give rise to a rate equation that may conform to an associative mechanism. ഡിറൈവ് ചെയ്ത് കണ്ടിട്ട് റേറ്റ് ഇക്വേഷൻ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഡിസോസിയേറ്റീവ് ആണോ അസോസിയേറ്റീവ് പെട്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പല കേസിലും. എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ട് നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടാണെങ്കിൽ അത് മനസ്സിലാകുന്നുണ്ടാവും. Here the rate equation cannot say whether the mechanism is associative or we can say that may be misleading. നമ്മൾ ഒറ്റയടിക്ക് പെട്ടെന്ന് ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ഇത് അസോസിയേറ്റീവ് ആണ്, കാരണം ഇതിലാകെ ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഒരു കോൺസെൻട്രേഷൻ മാത്രമേ ഉള്ളൂ, അല്ല ഇത് അസോസിയേറ്റീവ് ആണ്, അല്ല 2 കോൺസെൻട്രേഷൻ കാണുന്നുണ്ട് റേറ്റ് ഇക്വേഷനിൽ എന്ന് പറഞ്ഞാൽ അത് ശരിയാവാതിരിക്കാം. കൃത്യമായിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിന് ഡിറൈവ് മാനേഷൻ റിയാക്ഷനിലും ഹൈഡ്രോളിക്സ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഈ rate equation നോക്കി കഴിഞ്ഞിട്ട് we cannot say whether it is associative or dissociative. And this eigen Wilkins mechanism actually is something connected with the associative reaction. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ അസോസിയേറ്റീവ് അല്ല. ആ അസോസിയേറ്റ് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, the 6 coordinate complex combined with the ligand, the entering group, and forms a 7 coordinate complex. And the 7 coordinate complex dissociate into 6 coordinate complex and the leaving group leaves. ML5x plus y giving ML5xy. Both x and y are coordinated to method forming a 7 coordinate. നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് 7 coordinate complex പറഞ്ഞാൽ പെന്റഗണൽ ബൈപിരമിഡ് ആവാം, ഒക്ടാഹെഡ്രൽ വെഡ്ജ് ആവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസം ഈ മെക്കാനിസം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ as per the eigen Wilkins mechanism it is something similar to an associative mechanism, but there is a pre-equilibrium resulting in the formation of what is called a encounter complex. The encounter complex that's actually an association between the reacting complex and the entering ligand, and that is simply through a Coulombic attraction. That is simply an electrostatic charge കൊണ്ട് നമ്മൾ കൂടി അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രീ ഇക്വിലിബ്രിയം, വെരി അൺസ്റ്റേബിൾ association is there between the reacting complex or the substrate and the entering group. So for example, CO NH3 5 times Cl plus C enter ligand C point minus ആണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എന്താ ഉണ്ടാകുന്നത്, ഒരു 7 കോർഡിനേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നില്ല. അതിന് പകരം CO NH3 5 times Cl എത്ര ചാർജ് ഉണ്ടാവും, ഇതിന് 2 പോസിറ്റീവ് ഉണ്ടാവും, ഇതിനൊരു പോസിറ്റീവ് ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ് യെസ് ഇതുപോലെയുള്ള ഒരു അസോസിയേഷൻ, just the attraction between the cation and the anion or any such reaction, Coulombic attraction, ചാർജുകൾ തമ്മിലുള്ള attraction കൊണ്ട് ഇത് രണ്ടും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു
pre-equilibrium is established and the reaction takes place on this resulting in the formation of the product. അതിനുശേഷം ഇത് എക്സ്ചേഞ്ച് ചെയ്തു. അത് ഇതുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നൊന്നുമില്ല, മനസ്സിലാക്കുക. ഇറ്റ് ഇസ് നോട്ട് കോർഡിനേറ്റിംഗ് വിത്ത് സെൻട്രൽ മെറ്റൽ. ഇറ്റ് ഫോംസ് ഓൺലി an encounter. അതാണ് പറഞ്ഞതാണ് encounter complex, that is the adduct formed between by the Coulombic attraction between the substrate molecule and the entering ligand. Substrate molecule entering ligand കൂടി ചേർന്നിട്ട് ഒരു ചാർജ് അട്രാക്ഷൻ മാത്രം, മനസ്സിലായി. ചാർജ് അട്രാക്ഷൻ കൊണ്ട് ഒന്ന് അടുത്ത് നിൽക്കുന്നു. That is what is called a pre-equilibrium is established between these two and the reaction takes place, and we can write down the mechanism, Eigen-Wilkins mechanism, almost very similar to the associative mechanism, that is ML5X plus Y. What is the overall reaction? Overall reaction is ML5Y plus X എന്നാണ്. ഈ റിയാക്ഷൻ നടക്കുന്നത് ഫസ്റ്റ് എ പ്രീ ഇക്വിലിബ്രിയം ഇൻ വിച്ച് ML5X plus Y. ML5X ശ്രദ്ധിക്കുക, ML5XY എന്നല്ല, ML5.Y. രണ്ട് സ്പീഷീസിനാണ്. പക്ഷെ എന്താണ് ഈ ചാർജിന്റെ അട്രാക്ഷൻ കൊണ്ട്, കൊളംബിക് അട്രാക്ഷൻ കൊണ്ട് ഇത് രണ്ടും എടുത്ത് നോക്കുക. And you can see that is a equilibrium, of course. That is what is called the pre-equilibrium, so that it is K1 and K. And this encounter complex. So this is called the encounter complex. And the encounter complex ML5XY. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ML5X plus Y. ML5X വേണമെങ്കിൽ ഈ ബ്രാക്കറ്റ് ഉള്ളിൽ എഴുതിയിട്ട് വൈനെ പുറത്ത് എഴുതാം. That is out of the coordination sphere. And ML5XY will react first with forming ML5Y plus X. അപ്പോൾ XY നമ്മൾ ഇന്റർചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ എൻകൗണ്ടർ കോംപ്ലക്സിലാണ്. സോ വി ക്യാൻ റൈറ്റ് ഡൗൺ K1 ഫോർ ദിസ് വൺ. K1 K എഴുതിയാൽ മതി. ഇത് K എഴുതിയാൽ മതി. K1 K minus 1 and K2. And we can of course write equations for K. K equation എന്താണ്? K equation K is equal to S. K is the equilibrium constant. The equilibrium constant that is this one forward. This one we can write down K1. The rate constant, equilibrium constant ഒക്കെ ഇതിൽ വരും, കുഴപ്പമൊന്നുമില്ല. And we can see that that is the encounter complex formula. ഇത് മറ്റേതായിട്ട് വ്യത്യാസം എന്താണുള്ളത്? നമ്മുടെ അസോസിയേറ്റീവ് മെക്കാനിസം ഏകദേശം അതേപോലെ തന്നെ. പക്ഷെ എന്താണ് ഇവിടെ it is not explained that, or it is not expected that a 7 coordinate complex is formed between the substrate and the entering ligand, but an encounter complex is formed, that is a association of the entering group and the substrate, purely due to the electrostatic attraction between these two. That's of course a weak interaction. It's a strong interaction, another weak interaction. രണ്ടും കൂടി ചേർന്ന് എത്തുന്നു മാത്രമേ ഉള്ളൂ. തമ്മിൽ ഈ പറഞ്ഞ Y ഇതിന് ഒരു ലിഗാൻഡ് ഒരു പേരും കൂടി ഒരു ലിഗാൻഡ് അല്ല, ഒരു ഇലക്ട്രോൺ പേരും കൂടി കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 നിന്ന് 7 ഒന്നുമില്ല, അത് 6 തന്നെയാണ് ഇപ്പോഴും. പക്ഷെ Y അതിന്റെ പുറത്താണ്, മനസ്സിലായില്ലേ? And these two are joined together and we call it the encounter complex. Okay, and the encounter complex അതെങ്ങനെ നടക്കുന്നു വെച്ചാൽ പ്രത്യേകമായിട്ട് മെക്കാനിസം പറയാൻ പറ്റില്ല. എൻകൗണ്ടർ കോംപ്ലക്സ് breaks into the product and the leaving group, ഇങ്ങനെയായിട്ട് ഉപയോഗപ്പെടുന്നു. ഇതാണ് നമ്മുടെ എന്ത് മെക്കാനിസം? ഐഗൻ വിൽക്കിൻസ് മെക്കാനിസം. തോന്നുന്നു രണ്ട് കേസ് ഒന്നിനെല്ലാം തോന്നുന്നു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് കാണാൻ പറ്റും. ഏത് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അസോസിയേറ്റീവ് മെക്കാനിസം എ എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ IA എന്ന് പറഞ്ഞ മെക്കാനിസം അത്രയല്ല. ഇത് എന്താണ്? ഇത് Eigen-Wilkins mechanism is slightly different. Slightly different from, even though it seems similar, it is different from the associative mechanism. Of course, it is an associative interaction, of course, because these two associate to form the encounter complex. ഇനി ഇതിന്റെ മെക്കാനിസം ഇതിൽ നമുക്ക് എങ്ങനെ കിട്ടുന്നു? അതിനോടനുബന്ധിച്ചുള്ള എൻകൗണ്ടർ കോംപ്ലക്സ് എനർജി കാണാനുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ അടുത്ത് പറയുന്നത്.